CPI ഇടതുപക്ഷം വിടാൻ ഒരുങ്ങുന്നതിൻ്റെ വേളയിൽ ആദ്യ ഡോസ് ഇടതുപക്ഷത്തിന് കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും വയനാട് ഉപതെരഞ്ഞെടുപ്പിലും CPI കൃത്യമായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് ഉറപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നമുക്കറിയാം, വയനാട് CPIക്ക് ഇടതുപക്ഷം വിട്ടു നൽകിയിട്ടുള്ള സീറ്റാണ്. അവിടെ എന്തെങ്കിലും അവകാശവാദം പറയാൻ വന്നാൽ അപ്പോൾ തന്നെ പ്രതികരിക്കാനാണ് CPI നേതാക്കൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു രീതിയിലും CPIM കൈകടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും CPI മുതിരുകയാണ്. മുന്നണിയിലെ ഏറ്റവും വലിയ തമ്മിൽ പോര് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു നിമിഷമാണ്. വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള സാഹചര്യത്തിൽ എത്രത്തോളം കേരളത്തിലെ ജനങ്ങളെ ചതിക്കുകയാണ് എന്നത് CPI ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. പിണറായി സർക്കാരിൽ ജനങ്ങൾക്ക് വിശ്വാസ്യതയില്ല എന്ന് CPI ഇപ്പോൾ പരസ്യമായി തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. CPIയുടെ മന്ത്രിമാരായിട്ടുള്ള N രാജൻ അടക്കമുള്ളവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു രീതിയിലും പിണറായി വിജയനെ അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ആനി രാജ ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന, വയനാട്ടിൽ ഇനി ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഒരു രീതിയിലും CPI മത്സരിക്കാൻ സാധ്യതയില്ല എന്ന രീതിയിൽ തന്നെയാണ്. അതിന് കാരണം CPI മത്സരിച്ച് ലോക്സഭയിൽ ജയിച്ച 2 MPമാർ തമിഴ്നാട്ടിലുണ്ട്. അവർ കോൺഗ്രസിൻ്റെ സഹായത്തോടെയാണ് ജയിച്ചത്. അതൊരിക്കലും മറക്കാൻ കഴിയില്ല. അതായത് വന്ന വഴി മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആനി രാജയുടെ വ്യക്തമായ തീരുമാനം. ഈ തീരുമാനത്തിൽ നിന്നും അണിവിട മാറാൻ തയ്യാറല്ല. BJPക്ക് വേണ്ടിയാണ് CPIM ഇവിടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും രഹസ്യ ഡീൽ നടത്തുന്നത് എന്നുള്ളത് ഏറ്റവും അറിവുള്ളൊരു കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഉദ്യോഗ തലത്തിൽ വരെ വളരെ സ്പഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും അതിൻ്റെ ഏജൻറ്റുമാരായി, ഡീലിൻ്റെ മധ്യസ്ഥത ഏജൻറ്റുമാരായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു നെറികെട്ട രാഷ്ട്രീയമാണ് ഈ കേരളത്തിൽ കാണുന്നത്. അതായത് പരസ്യമായി അണികളെ തമ്മിൽ തല്ലിക്കുകയും നേതാക്കൾ തമ്മിൽ രഹസ്യമായി ഒത്തുതീർപ്പ് ഫോർമുല നടത്തുകയും ചെയ്യുന്ന ഏറ്റവും വൃത്തിഹീനമായ രാഷ്ട്രീയം ഈ കേരളത്തിലല്ലാതെ മറ്റൊരിടത്തുമില്ല എന്നുള്ള കാര്യത്തിലേക്ക് ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് CPI ഉചിതമായൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങും എന്ന് CPI പറഞ്ഞിരിക്കുകയാണ്. അതോടുകൂടി പിണറായി വിജയൻ്റെ കിളി പോയിരിക്കുന്ന അവസ്ഥയാണ്. കാരണം സ്വബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. പ്രിയങ്ക ഗാന്ധി ചിലപ്പോൾ ജയിക്കുന്നത് 6-7 ലക്ഷം വോട്ടിൻ്റെ മെജോറിറ്റിയിലായിരിക്കും. BJPക്ക് അവിടെ കെട്ടിവെച്ച കാശ് കിട്ടില്ല എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം അത്രമേൽ ദുർബലമാണ് അവിടെ. സുരേന്ദ്രൻ മത്സരിച്ചിട്ട് പോലും കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ CPIM അവിടെ BJPക്കായിരിക്കും വോട്ട് മറിക്കുന്നത് എന്നുള്ളത് പകല് പോലെ വ്യക്തമാണ് എന്ന് CPIക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിൽ CPI സ്ഥാനാർത്ഥി ഇറക്കാൻ ഉദ്ദേശിക്കാത്തത്. അതുപോലെ തന്നെയാണ് പാലക്കാടും ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കാൻ CPI തയ്യാറല്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. പാലക്കാട് കോൺഗ്രസ് ജയിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് CPI പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്.